4 പെൺകുട്ടികളുടെ ജീവനെടുത്ത പനയമ്പാടം അപകടം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം. സംഭവത്തിനു ശേഷം ഈ മേഖലയിലെ അപകടം കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്തുവെന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളം. ഇനി ഒരു കുട്ടിക്കും അപകടം ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളതെന്ന് അപകടത്തിൽ മരിച്ച ഇർഫാന ഷെറിന്റെ പിതാവ് അബ്ദുൽ സലാം പറഞ്ഞു. എന്ത് വന്നാലും നമ്മളുടെ കുട്ടിക്ക് വന്ന ഒരവസ്ഥ വേറൊരു കുട്ടിക്ക് നമ്മളിപ്പോൾ 4 കുട്ടികൾ ഇങ്ങനെ ദാരുണമായി നഷ്ടപ്പെട്ടു പോയി. അതുപോലെ വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഇതുവരെ അനുഭവം വരാത്ത രീതിയിൽ പിന്നെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. പനയമ്പാടം അപകടത്തിൽ മരിച്ച 4 പെൺകുട്ടികളിൽ ഒരാളായ ഇർഫാന ഷെറിന്റെ പിതാവ് അബ്ദുൽ സലാമിന്റെ വാക്കുകളാണിത്. മരണം വരെ മറക്കാനാവാത്ത ദുരന്തത്തിന്റെ വേദനയിൽ കഴിയുമ്പോഴും ഇവർക്ക് ഇനിയൊരു പ്രാർത്ഥനയേ ഉള്ളൂ. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ. അപകടം ഒളിഞ്ഞിരിക്കുന്ന പാതയിൽ കുട്ടികൾക്കായി നടപ്പാത നിർമ്മിക്കാനും വൈകരുത്. അബ്ദുൽ സലാം കണ്ണു നിറഞ്ഞ് പറയുന്നു. അപകടത്തിന് ശേഷം പനയമ്പാടത്ത് വന്ന മാറ്റമാണിത്. റോഡിന്റെ മിനുസം കുറയ്ക്കാൻ മില്ലിംഗ് നടത്തി വശങ്ങൾ പരുക്കനാക്കിയിട്ടുണ്ട്. താൽക്കാലിക ഡിവൈഡറും ഡ്രൈവർമാരെ ജാഗ്രതപ്പെടുത്തുന്ന സ്ലീപ്പർ ലൈനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പനയമ്പാടം എത്തുന്നതിന് മുൻപ് വാഹന പരിശോധനകൾക്കായി പോലീസ് കാവലുണ്ട്. മാറ്റമുണ്ട്. ഡിസംബർ 12 നടന്ന അപകടത്തിന്റെ ദൃക്സാക്ഷി അശ്വതി പറയുന്നു. മാറ്റങ്ങളൊക്കെ വന്നു. റോഡ് പില്ലിങ് ഇത് ചെയ്തു പോയി. പിന്നെ ഈ ഇത് ഇട്ടു കുറച്ച് ഹമ്പ് പോലെ. പക്ഷെ അത് ചില സ്ഥലങ്ങളിൽ ഇവിടെ രണ്ടിടത്ത് പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഇനി ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികളാണ്. ഇതിനായി 1,30,00,000 രൂപ ദേശീയപാത അതോറിറ്റി അനുവദിക്കും. സ്ഥിരം ഡിവൈഡറുകൾ, നടപ്പാത നിർമ്മാണം, അഴുക്കുചാൽ, ക്യാമറ സ്ഥാപിക്കൽ എന്നിവയാണ് ഇനിയുള്ള പദ്ധതികൾ. എന്നാൽ വളവ് നിവർത്താതെ സുരക്ഷ പൂർണ്ണമാകില്ലെന്ന അഭിപ്രായമാണ് നാട്ടുകാർക്കുള്ളത്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ അപകട വിമുക്തമാകാനുള്ള പ്രത്യേകിച്ച് ഒരു പദ്ധതിയും ചെയ്തിട്ടുണ്ടെന്നുള്ള അഭിപ്രായമില്ല. ഈ സംഗതികൾ ദ്രുതഗതിയിൽ ഇങ്ങനെ കുറച്ച് ചെയ്തു എന്നുള്ളൂ. സത്യത്തിൽ ഇതല്ല ഇതിൻ്റെ പരിഹാരം. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്. ഇതിൻ്റെ ഈ കർവ് മാറ്റി ഈ സ്ഥലത്തിനെ അക്വയർ ചെയ്ത് ഇതെടുത്തിട്ട് ഇതിനെ എന്ത് ചെയ്യണം, ഈ റോഡിൻ്റെ വളവ് നിവർത്തിക്കൊണ്ട് തന്നെ ശാസ്ത്രീയമായി റോഡ് പുനർനിർമ്മിക്കണം. അല്ലാത്ത പ്രവൃത്തികളൊക്കെ തന്നെ ഇതിൻ്റെ ലക്ഷങ്ങളും കോടികളും ഇതിൻ്റെ പേരിൽ ചെലവഴിക്കപ്പെട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഡിസംബർ 12 ദുരന്തത്തിന് ശേഷം പനയമ്പാടത്ത് അപകടങ്ങൾ കുറഞ്ഞെങ്കിലും പനയമ്പാടം ഉൾപ്പെടുന്ന പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അപകട മേഖലയായ ഒലവക്കോട് മുതൽ നാട്ടുകൽ വരെയുള്ള 48 കിലോമീറ്ററിനുള്ളിൽ പിന്നെയും അപകടങ്ങൾ നടന്നു. ഡിസംബർ 13 മുതൽ ജനുവരി 10 വരെയുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ഈ മേഖലയിൽ 23 അപകടങ്ങളാണ് നടന്നത്. 2 മരണവും. അതിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്നത് കല്ലടിക്കോട് മേഖലയിൽ 7 എണ്ണം. കോങ്ങാട് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഭാഗങ്ങളിൽ 6 അപകടവും നടന്നു. ഇതും ഞെട്ടിപ്പിക്കുന്നതാണ്. എന്ത് വന്നാലും നമ്മളുടെ കുട്ടിക്ക് വന്ന ഒരവസ്ഥ വേറൊരു കുട്ടിക്ക് നമ്മളിപ്പോൾ 4 കുട്ടികൾ ഇങ്ങനെ ദാരുണമായി നഷ്ടപ്പെട്ടു പോയി. അതുപോലെ വേറൊരു കുട്ടിക്ക് ഇങ്ങനെ ഇതുവരെ അനുഭവം വരാത്ത രീതിയിൽ പിന്നെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാം.
ഒരു മാസത്തിനകം പനയമ്പാടത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് വൈകാൻ പാടില്ല. പനയമ്പാടത്ത് മാത്രമല്ല, അപകട സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണം. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.